ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ചാലോ? അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് എൻജോയബിൾ ഡേ. അപ്പം നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെയും അർത്ഥം നല്ല പോലെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം, എങ്ങനെ പറയാമെന്ന് നോക്കാം നമുക്ക്. അപ്പം ഫസ്റ്റ് പോയിൻറ്റ്, റാണിയും സോനയും നാളെ പാർക്കിൽ പോകും. അപ്പം ഈ പോകും എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്, നാളത്തെ കാര്യമാണ്. അപ്പം എങ്ങനെ എഴുതാം? നാളെ, ടുമോറോ. പോകുക, ഗോ. ഇവിടെ പോകും എന്നായിട്ട് നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ എഴുതാം. അപ്പം റാണിയും സോനയും നാളെ പാർക്കിൽ പോകും. നമുക്ക് എങ്ങനെ എഴുതാം? റാണി ആൻഡ് സോന. അപ്പം ഇവിടെ എന്താ ഞാൻ എഴുതാൻ പോണേ? നെക്സ്റ്റ് പോകുക എന്ന് വെച്ചാൽ ഗോ എന്ന്. ഗോ ആണ് പോവുക. അപ്പോൾ ഇവിടെ പോകും എന്നാണ്. അപ്പം നമുക്ക് എന്ത് യൂസ് ചെയ്ത് എഴുതാം? വിൽ യൂസ് ചെയ്ത് എഴുതാം. വിൽ ഗോ. കാര്യം എന്താ? പോകും, നാളത്തെ കാര്യമായതുകൊണ്ട്, ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വിൽ യൂസ് ചെയ്തത്. റാണി ആൻഡ് സോന വിൽ ഗോ. എവിടെയാണ് പോണത്? ടു ദ പാർക്ക്. ടു ദ പാർക്ക്. എപ്പം, എന്നാണ് പോകുന്നത്? ടുമോറോ. അപ്പോൾ നമുക്ക് ടുമോറോ എന്ന് എഴുതാം. ടുമോറോയുടെ സ്പെല്ലിംഗ് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. കാര്യം ചിലർക്കൊക്കെ എത്ര ടുമോറോ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മൾ എത്ര പഠിച്ചാലും ഒരു ടുമോറോ വരും, നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എന്താ സ്പെല്ലിംഗ്? TOMORROW. അപ്പം ഈ സ്പെല്ലിംഗ് ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അറിയാം, ഇപ്പം ഈ ഒരു സ്പെല്ലിംഗ് ചിലവർക്കെങ്കിലും ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ഡൗട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? റാണിയും സോനയും നാളെ പാർക്കിൽ പോകും. റാണി ആൻഡ് സോന വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ. റാണി ആൻഡ് സോന വിൽ ഗോ ടു ദ പാർക്ക് ടുമോറോ. അപ്പം ഇവിടെ നമ്മൾ എന്താണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്ത്? കാര്യം ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത് വിൽ. നമ്മൾ വിൽ യൂസ് ചെയ്തു. ഗോ എന്ന് വെച്ചാൽ പോവുക. വിൽ ഗോ എന്ന് പറയുമ്പം പോകും എന്നായി. അപ്പം ഇതാണ് ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ്. നമ്മൾ എങ്ങനെ എഴുതാൻ നമുക്ക് മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇന്ന് അവർ പാർക്കിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇന്ന്, ടുഡേ. അവർ ഡേ. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നായിട്ട് നമുക്ക് ഗോയുടെ പാസ്റ്റ് ഫോമിനെ നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്ന് അവർ പാർക്കിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? പോയി, ഓൾറെഡി പോയി കഴിഞ്ഞ കാര്യമാണ്. പോയത് ഇന്നാണെങ്കിലും ഓൾറെഡി അവർ പോയി കഴിഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു സെൻറ്റൻസിനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇന്ന് അവർ പാർക്കിലേക്ക് പോയി. ടുഡേ ഇന്ന്. അവർ എന്ന് വെച്ചാൽ ഡേ. ടുഡേ ഡേ. അപ്പോൾ പോകുക എന്ന് വെച്ചാൽ എന്താ? ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. പോകുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക? ഗോ. അപ്പം നമ്മൾ ഗോയെ പാസ്റ്റ് ഫോം ആക്കണം. അപ്പം ഗോയുടെ പാസ്റ്റ് ഫോം എന്താ? ഞാനിവിടെ എഴുതാൻ പോണത് ഗോയുടെ പാസ്റ്റ് ഫോം വെൻറ്റ് ആണ് ഞാൻ എഴുതാൻ പോണത്. ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാണ്, ഒരു ജസ്റ്റ് എനിക്ക് ക്ലിയർ ആയി വേണ്ടിയിട്ട്. ടുഡേ ഡേ. അപ്പം ഗോയുടെ പാസ്റ്റ് ഫോം ഞാനിവിടെ എഴുതാൻ പോവാണ്. ടുഡേ ഡേ വെൻ ടു ദ. എങ്ങോട്ടാണ് പോയത്? ടുഡേ ദേ വെൻ ടു ദ പാർക്ക്. നമുക്ക് ഒന്നും കൂടെ പറയാം. ഇന്നവർ പാർക്കിലേക്ക് പോയി. ടുഡേ ദേ വെൻ ടു ദ പാർക്ക്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയത് എങ്ങനെയാണ്? നമ്മൾ ഇവിടെ ചേഞ്ച് വരുത്തിയത് ഗോ എന്ന് പറഞ്ഞാൽ പോവുക. ഈ ഗോയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി വെൻറ്റ് ആക്കിയിട്ടാണ് എഴുതിയത്. അപ്പം ഇതൊരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആയി, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയി. അപ്പം ഇന്നവർ പാർക്കിലേക്ക് പോയി. ടുഡേ ദേ വെൻ ടു ദ പാർക്ക്. ടുഡേ ദേ വെൻ ടു ദ പാർക്ക്. നെക്സ്റ്റ് പോയിൻറ്റ്, റാണി ഒരു വലിയ ബലൂൺ വാങ്ങിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ഇവിടെ വാങ്ങിച്ചു എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു വലിയ എന്ന് വെച്ചാൽ എ ബിഗ്. നമ്മൾ ഒരു എന്നുള്ളതിനാണ് എ യൂസ് ചെയ്യണത്. എ ബിഗ്, വലിയത് ബിഗ്. ബലൂൺ വാങ്ങിക്കുക എന്ന് വെച്ചാൽ ബൈ. അപ്പോൾ നമുക്ക് ബൈയുടെ പാസ്റ്റ് ഫോം ആണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. റാണി ഒരു വലിയ ബലൂൺ വാങ്ങിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റാണി. അപ്പം ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതാം. അപ്പം വാങ്ങിക്കുക എന്ന് വെച്ചാൽ ബൈ എന്നല്ലേ? പ്രസൻറ്റ് ഫോം ബൈ എന്നാണ്. അപ്പോൾ ഇവിടെ വാങ്ങിച്ചു എന്നായതുകൊണ്ട് ഞാൻ ഈ ബൈയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് എഴുതാൻ പോവാണ്. ബൈയുടെ പാസ്റ്റ് ഫോം, ഇപ്പോൾ ബൈക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അതിവിടെ എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ബൈയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ബൈ, ബോട്ട്. അപ്പം ഇതാണ് ബൈയുടെ 3 ഫോംസ്. അപ്പം നമ്മളിവിടെ ഏതാണ് എഴുതാൻ പോണത്? ഈ ബൈ എന്ന് വെച്ചാൽ പ്രസൻറ്റ് ഫോമാണ്, ബാക്കി രണ്ടും പാസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതാൻ പോണത്. ബൈയുടെ സെക്കൻഡ് ഫോമായ ബോട്ടാണ് എഴുതാൻ പോണത്. റാണി ഒരു വലിയ ബലൂൺ വാങ്ങിച്ചു. അപ്പം നമുക്ക് സെക്കൻഡ് ഫോം ബൈയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയതാണ്. റാണി ബോട്ട് എ
ബിഗ് ബലൂൺ. റാണി ബോട്ട് എ ബിഗ് ബലൂൺ. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? റാണി ഒരു വലിയ ബലൂൺ വാങ്ങിച്ചു. റാണി ബോട്ട് എ ബിഗ് ബലൂൺ. അപ്പം ഇവിടെ എന്തൊരു ചേഞ്ച് വരുത്തിയ? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയ? ഇവിടെ ബൈയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് ബോട്ട് എഴുതി. ബൈയുടെ പാസ്റ്റ് ഫോം ആണ് ബോട്ട്. അപ്പം ഇത് ഓർത്തിച്ച് ഈ ഒറ്റ ചേഞ്ച് ഇവിടെ വരുത്തിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, റാണിയും സോനയും ബലൂൺ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? റാണിയും സോനയും ബലൂൺ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണി ആൻഡ് സോന. അപ്പം ഇവിടെ ഞാൻ നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്? ഞാനിവിടെ ഓപ്ഷൻ്റെ 6 എഴുതിയിട്ടുണ്ട്, വേറെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ എന്ത് സെലക്ട് ചെയ്യാമെന്ന് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പം നിങ്ങൾ ജസ്റ്റ് നോക്ക്, 6 ഞാൻ എഴുതണോ വേറെ എഴുതണോ? അപ്പോൾ നമുക്കറിയാം റാണി ആൻഡ് സോന എന്ന് പറയുന്നത് 2 പേരാണ്. അപ്പോൾ 2 പേരെന്ന് പറയുമ്പോൾ ഒരു പ്ലൂറലാണ്. ഒരാളാണെങ്കിൽ ഇത് സിംഗുലാർ സബ്ജക്റ്റാണ്. ഇത് 2 പേരുണ്ട്. അപ്പോൾ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ പ്ലൂറൽ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ റാണി ആൻഡ് സോന ഉണ്ട്. പിന്നെ ഒരു കാര്യം നമുക്കറിയാം, ഒന്നിൽ കൂടുതലുള്ളതെല്ലാം പ്ലൂറൽ സബ്ജക്ട്സ് ആണെന്ന് അറിയാം. പക്ഷേ അവിടെ നമുക്കറിയാം ഈ 6ഉം വേറും നമുക്കവിടെ യൂസ് ചെയ്യാം. ഇപ്പം റാണി ആൻഡ് സോന എന്തായാലും 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് 6 യൂസ് ചെയ്യാം, വേറും യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്താ? ഇപ്പം നമുക്ക് ഇവിടെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ യൂസ് ചെയ്യേണ്ടത് നമുക്ക് എന്താ? നമുക്ക് ജസ്റ്റ് ഞാൻ എഴുതാം, 6 യൂസ് ചെയ്യേണ്ടത്. കാര്യം വേറെ നമുക്ക് യൂസ് ചെയ്യാം, 2 പേരുണ്ട്, നമുക്ക് വേറെ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സെൻറ്റൻസിൽ 6. കാര്യം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വേറെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ ചിലപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാൻ അവരെ കണ്ടപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യം, അവിടെ ഒരു കണ്ടിന്യൂറ്റിയും വേണം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പം അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് നമുക്ക് വേറെ യൂസ് ചെയ്യാം. പക്ഷേ റാണി ആൻഡ് സോന 2 പേരുണ്ടെങ്കിൽ നമുക്ക് 6ഉം വേറെ യൂസ് ചെയ്യാം. അത് ജസ്റ്റ് ഓർത്തിച്ചിരിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ 6 യൂസ് ചെയ്യാൻ കാരണം ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഞാനിവിടെ 6 എഴുതാൻ പോവാണ്. റാണി ആൻഡ് സോന ആർ കളിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്ലേ. അപ്പോൾ ഇവിടെ ഞാൻ പ്ലേയുടെ കൂടെ ING യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഇവിടെ എന്തുകൊണ്ടാണ് ING വന്നത് ഞാൻ ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം. റാണി ആൻഡ് സോന ആർ പ്ലേയിങ്. എന്താണ് കളിക്കുന്നത്? എന്തുകൊണ്ടാണ് കളിക്കുന്നത്? വിത്ത്. റാണി ആൻഡ് സോന ആർ പ്ലേയിങ് വിത്ത് ബലൂൺ. റാണിയും സോനയും ബലൂൺ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാണി ആൻഡ് സോന ആർ പ്ലേയിങ് വിത്ത് ബലൂൺ. ഇപ്പോൾ വിത്ത് ബലൂൺ എന്തുകൊണ്ട് എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്തിട്ട് എഴുതിയത്, വിത്ത് ബലൂൺ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇവിടെ എന്തുകൊണ്ടാണ് പ്ലേയുടെ കൂടെ ING യൂസ് ചെയ്തതെന്ന്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഞാൻ പറയാൻ കാരണം ഈ ഒരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞു ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ ജസ്റ്റ് എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം or are plus verb plus ING ഫോം. അപ്പം ഇതാണ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. അപ്പം അത് നോക്കുക. അപ്പം ഇവിടെ നമുക്ക് കാണാം സബ്ജക്റ്റ് എന്താ ഇവിടുത്തെ? റാണി ആൻഡ് സോന. അപ്പം ഇതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. റാണി ആൻഡ് സോന ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ഈസ്, ആം ഓർ ആർ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഈസും ആമും യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ഈസ് എന്ന് പറയുന്ന ഒരു സിംഗുലാർ. ഇവിടെ ഹീ ആയിരുന്നെങ്കിൽ നമുക്ക് ഈസ് യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ ആം യൂസ് ചെയ്യാൻ പറ്റില്ല. ആം എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഐയുടെ കൂടെ ആം യൂസ് ചെയ്യണം. അപ്പോൾ ഇത് 2 യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ആർ. അപ്പോൾ 2 പേഴ്സൺസ് ആണ്, നമുക്ക് 6 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് വെർബ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് പ്ലേ ആണ് വെർബ്. അപ്പം ഈ വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്യണം. ഇതാണ് ഒരു സ്ട്രക്ചർ. ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇത് നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ ഒരു സ്ട്രക്ചർ കാണിച്ചു തന്നത്. ഇപ്പം നമ്മളെങ്ങനെ എഴുതിയത്? റാണി ആൻഡ് സോന ആർ പ്ലേയിങ് വിത്ത് ബലൂൺ. അപ്പം പ്ലേയുടെ കൂടെ ING യൂസ് ചെയ്ത് വെർബ്. പ്ലേ എന്ന് വെച്ചാൽ വെർബാണ്. റാണി ആൻഡ് സോണയാണ് സബ്ജക്റ്റ്. പിന്നെ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING ഫോം. പിന്നെ ഇവിടെ വേറെ എന്താ? ആർ. ഇവിടെ ആർ യൂസ് ചെയ്തു. ഈ സാം അല്ല, ആരാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഇംഗ്ലീഷിൽ ഒന്നിച്ച് നമുക്ക് പറഞ്ഞു നോക്കാം. റാണിയും സോനയും ബലൂൺ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. റാണി ആൻഡ് സോന ആർ പ്ലേയിങ് വിത്ത് ബലൂൺ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ബലൂൺ ഒരു മരത്തിലോട്ട് പറന്നു പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ഒരു മരം. അപ്പോൾ ഇവിടെ ഒരു എന്നുള്ളതിനാണ് ഞാൻ യൂസ് ചെയ്തത്. മരം, ട്രീ. ട്രീ.
അപ്പം പറക്കുക എന്ന് വെച്ചാൽ എന്താ ഫ്ലൈ. അപ്പം ഇവിടെ ബലൂൺ ഒരു മരത്തോട് പറന്ന് പോയി. അപ്പം ഓൾറെഡി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ബലൂൺ ഒരു മരത്തിലോട്ട് പറന്ന് പോയി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ബലൂൺ. അപ്പം ഇവിടെ പറക്കുക എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫ്ലൈ ആണെന്ന്. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതാം. അപ്പം ഈ ഫ്ലൈ എന്ന് വെച്ചാൽ പറക്കുക. അപ്പം ഈ ഫ്ലൈക്ക് 3 ഫോംസ് ഉണ്ട്. ആ ഫോം എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ എഴുതാൻ പോണത്. ഫ്ലൈ, നിങ്ങൾ അത് ജസ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി എങ്ങനെ എഴുതാം നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പം ഇതാണ് നമ്മുടെ 3 ഫോംസ്. ഫ്ലൈയുടെ 3 ഫോംസ് ആണ് ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്തൊക്കെയാണ്? ഫ്ലൈ, ഫ്ലൂ, ഫ്ലോൺ. അപ്പം ഇവിടെ നമ്മൾ എന്താ എഴുതാൻ പോണത്? അപ്പോൾ ഇവിടെ 3 ഫോംസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ എഴുതാൻ പോണത് എന്താ? അപ്പോൾ ഫ്ലൈ എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം, പറക്കുക. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് പറക്കുക. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് ഫോം അല്ല, ഈ ഒരു സെൻറ്റൻസ് ഇങ്ങനെ പറന്ന് പോയി. അപ്പം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ബലൂൺ. നമുക്കിവിടെ സെക്കൻഡ് ഫോമാണ് എഴുതേണ്ടത്, ഫ്ലൂ. ദ ബലൂൺ ഫ്ലൂ into a tree. The balloon flew into a tree. ബലൂൺ ഒരു മരത്തിലോട്ട് പറന്ന് പോയി. The balloon flew into a tree. അപ്പം നമ്മളിവിടെ എന്ത് ചേഞ്ചാണ് വരുത്തിയത് നമുക്ക് മനസ്സിലായി. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈയെ കൺവേർട്ട് ചെയ്ത് ഫ്ലൂ ആക്കിയാണ് ഇവിടെ എഴുതിയത്. ഈ ഒരു ചേഞ്ച് മാത്രമേ വരുത്തിയിട്ടുള്ളൂ ഇവിടെ. അപ്പം നമുക്കൊന്നും കൂടെ ഒന്നിച്ച് പറയാം. ബലൂൺ ഒരു മരത്തിലോട്ട് പറന്ന് പോയി. The balloon flew into a tree. നെക്സ്റ്റ് പോയിന്റ്, 2 പേരും വളരെ അതിശയത്തോടെ നോക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? 2 പേരും എന്ന് വെച്ചാൽ നമുക്കിവിടെ ബോത്ത് എന്ന് എഴുതാം. വളരെ, വെരി. അതിശയത്തിന് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് സർപ്രൈസ് എന്ന് എഴുതാം. നോക്കുക, ലുക്ക്. ഇവിടെ നോക്കി എന്നായതുകൊണ്ട് ലുക്കിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഓൾറെഡി നോക്കി കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പം എങ്ങനെ എഴുതാം? 2 പേരും വളരെ അതിശയത്തോടെ നോക്കി. അപ്പം ബോത്ത് ലുക്ക് എന്ന് വെച്ചാൽ നോക്കുക. അപ്പം ഇവിടെ നോക്കുക അല്ല എഴുതേണ്ടത്, നമ്മൾ നോക്കി എന്നാണ്. കാര്യം പാസ്റ്റ് ഫോം. നോക്കുക പ്രസൻറ്റ്, നോക്കി പാസ്റ്റ് ഫോം. അപ്പം ലുക്കിനെ നമുക്ക് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ലുക്ക്ഡ്, ബോത്ത് ലുക്ക്ഡ്. അപ്പോൾ വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി. ബോത്ത് ലുക്ക്ഡ് വെരി. അപ്പം അതിശയത്തിന് നമ്മൾ എന്താ എഴുതുന്നത്? സർപ്രൈസ്. പക്ഷേ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ സർപ്രൈസിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കണം. സർപ്രൈസ്ഡ്. ബോത്ത് ലുക്ക് വെരി സർപ്രൈസ്ഡ്. 2 പേരും വളരെ അതിശയത്തോടെ നോക്കി. ബോത്ത് ലുക്ക് വെരി സർപ്രൈസ്ഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ പല രീതികളിലും എഴുതും. ഞാൻ ഏറ്റവും ഷോർട്ടായിട്ടും സിമ്പിളായിട്ടുള്ളൊരു സെൻറ്റൻസാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അപ്പം 2 പേരും വളരെ അതിശയത്തോടെ നോക്കി. ബോത്ത് ലുക്ക് വെരി സർപ്രൈസ്ഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നായ മരത്തിൽ കയറി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ഇവിടെ മരം, ട്രീ. കയറുക എന്ന് വെച്ചാൽ നമുക്ക് ക്ലൈംബ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ കയറി എന്നാണ്. അപ്പോൾ ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? നായ മരത്തിൽ കയറി. അപ്പം നമുക്ക് എഴുതാം ഡോഗ്. അപ്പം കയറുക എന്ന് വെച്ചാൽ എന്താ? ക്ലൈംബ്. അപ്പം ഇവിടെ ക്ലൈംബിനെ നമുക്ക് പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. അപ്പോൾ എങ്ങനെയാണ്? ക്ലൈംബിനെ പാസ്റ്റ് ഫോമിലോട്ട് നമുക്ക് ആക്കാം. ക്ലൈംബിനെ കൺവേർട്ട് ചെയ്ത് ക്ലൈംബ്ഡ് ആക്കി. അപ്പം ഈ ക്ലൈംബ്ഡാണ് ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത്. ക്ലൈംബിനെ കൂടെ ED യൂസ് ചെയ്തപ്പോൾ ക്ലൈംബ്ഡായി. ഡോഗ് ക്ലൈംബ് ദ ട്രീ. ഇവിടെ ചെറുതായിട്ട് എഴുതാം, സ്പേസ് ഇല്ല. ഡോഗ് ക്ലൈംബ് ദ ട്രീ. നായ മരത്തിൽ കയറി. ഡോഗ് ക്ലൈംബ് ദ ട്രീ. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയ? ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ക്ലൈംബിനെ കൺവേർട്ട് ചെയ്ത് ക്ലൈംബ്ഡ് ആക്കി. ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. നായ മരത്തിൽ കയറി. ഡോഗ് ക്ലൈംബ് ദ ട്രീ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നായ ബലൂൺ എടുത്തു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം? ഇതും എടുത്തു, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. എടുക്കുക എന്ന് വെച്ചാൽ എന്താ? ടേക്ക്. അപ്പം ഇവിടെ എടുത്തു എന്നാണ്, നമുക്ക് ടേക്കിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പം നായ ബലൂൺ എടുത്തു. നമുക്ക് എങ്ങനെ എഴുതാം? ഡോഗ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു എടുക്കുക എന്ന് വെച്ചാൽ ടേക്ക് ആണ്. അപ്പം നമുക്ക് ടേക്കിന് എത്ര ഫോംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ടേക്ക്, പിന്നെ ടുക്ക്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇപ്പം ഇതാണ് ടേക്കിൻ്റെ 3 ഫോംസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പം കാണാൻ തോന്നുന്നു. ടേക്ക്, ടുക്ക്,
ടേക്കൺ. അപ്പോൾ ടേക്കിൻ്റെ 3 ഫോംസ് ആണ് ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പം ഇവിടെ എടുത്തു, എടുക്കുക എന്ന് വെച്ചാലാണ് ടേക്ക്. അപ്പോൾ ഇവിടെ എടുത്തു എന്നാണ് നമ്മൾ എന്താണ് എഴുതാൻ പോണേന്ന് നോക്കാം. അപ്പോൾ ഡോഗ്, അപ്പം ഞാൻ ഫസ്റ്റ് ഫോം കട്ട് ചെയ്തു. അപ്പം ഞാൻ എഴുതാൻ പോണത് സെക്കൻഡ് ഫോമാണ്. ഡോഗ് ടുക്ക്, ഡോഗ് ടുക്ക്, ഡോഗ് ടുക്ക് ദ ബലൂൺ, ഡോഗ് ടുക്ക് ദ ബലൂൺ. നായ ബലൂൺ എടുത്തു, ഡോഗ് ടുക്ക് ദ ബലൂൺ. നായ ബലൂൺ എടുത്തു, ഡോഗ് ടുക്ക് ദ ബലൂൺ. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? നമ്മൾ ടേക്കിനെ കൺവേർട്ട് ചെയ്ത് ടുക്കാക്കി. ടേക്കിനെ കൺവേർട്ട് ചെയ്ത് ടുക്കാക്കിയപ്പം ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയി. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. നായ ബലൂൺ എടുത്തു, ഡോഗ് ടുക്ക് ദ ബലൂൺ. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ബലൂൺ വളരെ ശബ്ദത്തോടെ പൊട്ടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വളരെ വലിയ ശബ്ദത്തോടെ പൊട്ടി. പൊട്ടുക എന്ന് വെച്ചാൽ എന്താ? ബേസ്റ്റ്, BURST, ബേസ്റ്റ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം? ബലൂൺ വളരെ ശബ്ദത്തോടെ പൊട്ടി. അപ്പം എങ്ങനെ എഴുതാം? ബലൂൺ പൊട്ടുക എന്ന് വെച്ചാൽ എന്താ? ബേസ്റ്റ്, BURST, ബേസ്റ്റ്. ബലൂൺ ബേസ്റ്റ് വെരി, വളരെ. ബലൂൺ ബേസ്റ്റ് വെരി ലൗഡ്ലി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അപ്പം ബലൂൺ വളരെ ശബ്ദത്തോടെ പൊട്ടി. ബലൂൺ ബേസ്റ്റ് വെരി ലൗഡ്ലി, ബലൂൺ ബേസ്റ്റ് വെരി ലൗഡ്ലി. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നായ വളരെ ഉയരത്തിൽ ചാടി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വളരെ, വെരി. ഉയരം എന്ന് വെച്ചാൽ എന്താ? ഹൈ. ചാടുക, ജംപ്. അപ്പം നമുക്ക് ഇവിടെ ചാടി എന്നാണ്. അപ്പം നമുക്ക് പാസ്റ്റ് ഫോമിലോട്ട് എഴുതാം. നായ വളരെ ഉയരത്തിൽ ചാടി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഡോഗ്. അപ്പം ചാടുക എന്ന് വെച്ചാൽ എന്താ? ജംപ്. ചാടുക എന്ന് വെച്ചാൽ ജംപ്പാണ്. അപ്പം ഇവിടെ നമ്മൾ ജംപ്പിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പം ജംപ്പിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാം. ജംപ്ഡ്. ഡോഗ് ജംപ്ഡ് വളരെ. എന്ന് വെച്ചാൽ വെരി. ഡോഗ് ജംപ്ഡ് വെരി. ഉയരത്തിൽ എന്നുള്ളത് നമ്മളിവിടെ ഹൈ എഴുതി. ഹൈ. ഡോഗ് ജംപ്ഡ് വെരി ഹൈ. നായ വളരെ ഉയരത്തിൽ ചാടി. ഡോഗ് ജംപ്ഡ് വെരി ഹൈ. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വരുത്തിയ ചേഞ്ച് എന്താ? ജംപ്പിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, ജംപ്ഡ് ആക്കി. വേറെ ഒരു ചേഞ്ചസ് ഇവിടെ ഇല്ല. അപ്പം നായ വളരെ ഉയരത്തിൽ ചാടി. ഡോഗ് ജംപ്ഡ് വെരി ഹൈ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവരുടെ അധ്യാപിക എല്ലാം കണ്ടു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവരുടെ, ദെയർ. അധ്യാപിക, ടീച്ചർ. എല്ലാം, എവ്രിതിങ്. കാണുക എന്ന് വെച്ചാൽ എന്താ? സീ. ഇപ്പോൾ ഇവിടെ കണ്ടു എന്നാണ്. നമുക്ക് സിയുടെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവരുടെ അധ്യാപിക എല്ലാം കണ്ടു. നമുക്ക് എങ്ങനെ എഴുതാം? ദെയർ, അവരുടെ. അപ്പം ടീച്ചർ, അധ്യാപിക എന്ന് വെച്ചാൽ നമുക്ക് ടീച്ചർ എന്ന് എഴുതാം. ദെയർ ടീച്ചർ. അപ്പോൾ കാണുക. അപ്പം ഞാൻ ജസ്റ്റ് സിയുടെ 3 ഫോംസ് എന്തൊക്കെയാണ് എഴുതാം? സി, സാ, സീൻ. അപ്പോൾ ഇതാണ് സിയുടെ 3 ഫോംസ്. അപ്പം നമുക്ക് ഏതാ ഇവിടെ സെലക്ട് ചെയ്ത് എഴുതാം? ദെയർ ടീച്ചർ. അപ്പം സി എന്ന് വെച്ചാൽ എന്താ? കാണുക. അപ്പോൾ കാണുകയുടെ പാസ്റ്റ് ഫോമാണ് ഇത് രണ്ടെണ്ണം. അപ്പം നമുക്ക് ഇതിലേത് സെലക്ട് ചെയ്യാൻ നോക്കാം. ഇത് കട്ട് ചെയ്തു, ഇതും കട്ട് ചെയ്തു. നമ്മളിവിടെ സായാണ് എഴുതാൻ പോണേ. ദ ടീച്ചർ സാ. അപ്പം എല്ലാം കണ്ടു. ദ ടീച്ചർ സാ എവ്രിതിങ്. എല്ലാം എന്നുള്ളത് നമ്മളോട് എവ്രിതിങ് ആണ് ഉപയോഗിച്ചത്. ദെയർ ടീച്ചർ, ദ ടീച്ചർ അല്ല, ദെയർ, അവരുടെ. ദെയർ ടീച്ചർ സാ എവ്രിതിങ്. അവരുടെ അധ്യാപിക എല്ലാം കണ്ടു. ദെയർ ടീച്ചർ സാ എവ്രിതിങ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുത്തിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പം സി എന്നാണ് കാണുക എന്ന് വെച്ചാൽ സി ആണ്. ആ സിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി സാ. അപ്പം സിയുടെ സെക്കൻഡ് ഫോമായ സാ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അവിടെ അധ്യാപിക എല്ലാം കണ്ടു. ദെയർ ടീച്ചർ സാ എവ്രിതിങ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അധ്യാപികയും ചിരിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം? ചിരിക്കുക, ലാഫ്. ഇവിടെ ചിരിച്ചു എന്നാണ്. അപ്പം നമുക്ക് ലാഫിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. അധ്യാപികയും ചിരിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ടീച്ചർ. അപ്പം ഇവിടെ അധ്യാപികയും അങ്ങനെ വന്നിട്ട് നമുക്കിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഓൾസോ യൂസ് ചെയ്യാം. ടീച്ചർ ഓൾസോ. അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്. ചിരിച്ചു എന്നാണ്. അപ്പം നമുക്ക് ലാഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. അപ്പം ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാം. ലാഫിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലാഫ്ഡ് ആക്കി. അപ്പം
അധ്യാപികയും ചിരിച്ചു. ടീച്ചർ ഓൾസോ ലാഫ്ഡ്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? അധ്യാപികയും ചിരിച്ചു. ടീച്ചർ ഓൾസോ ലാഫ്ഡ്. ഇവിടെ ഓൾസോ യൂസ് ചെയ്തത് അധ്യാപികയും പിന്നെ വേറെ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾസോയും കൂടെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അവർ രസകരമായ ദിവസം ആസ്വദിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ, ദേ. രസകരമായ ദിവസത്തിന് ഫൺ ഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ഫണ്ണി ഡേ എന്ന് പറയാം. ആസ്വദിക്കുക, എൻജോയ്. അപ്പം ഇവിടെ ആസ്വദിച്ചു എന്നാണ്. അപ്പം നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതാം, എൻജോയ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ രസകരമായ ദിവസം ആസ്വദിച്ചു. അപ്പം നമുക്ക് എഴുതാം ദേ, അവർ. ദേ ആസ്വദിക്കുക. അപ്പം ആസ്വദിക്കുക എന്ന് വെച്ചാൽ എന്താ? എൻജോയ്. അപ്പം ഇവിടെ എൻജോയ് നമുക്ക് പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. ജസ്റ്റ് ബ്രാക്കറ്റിൽ ഞാൻ എഴുതാം. എൻജോയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. എൻജോയ്ഡ്. അപ്പം ഇത് ജെ ആണ്, എൻജോയ്ഡ്. അപ്പം ഇവിടെ എങ്ങനെയാണ് വരണേ? ദേ എൻജോയ്ഡ് നാവും. എൻജോയുടെ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ. അപ്പം ദേ എൻജോയ്ഡ്. അവർ രസകരമായ ദിവസം ആസ്വദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദേ എൻജോയ് ഡേ ഫണ്ണി ഡേ, അല്ലെങ്കിൽ ഫൺ ഡേ എന്ന് എഴുതാം നമുക്ക്. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയ? ദേ എൻജോയ് ഡേ ഫണ്ണി ഡേ. അവർ രസകരമായ ദിവസം ആസ്വദിച്ചു. അപ്പം ഇവിടെ നമ്മളൊരു ചേഞ്ച് വരുത്തിയത് എൻജോയ് നമ്മൾ പാസ്റ്റ് ഫോം ആക്കി എൻജോയ്ഡ് ആക്കി. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോക്കുമായിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.